നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള നല്ല സന്ധ്യാസമയത്തിനകത്ത് അവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി, കരുതലിനായി, ക്രൂശിൽ നേടി തന്ന ജയത്തിനായി കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വാഴ്ചകളെയും അധികാരികളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യ കോലമാക്കിയ നീ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് നിന്റെ അവകാശത്തിനെതിരായിക്കൊണ്ട്, നിന്റെ ശരീരത്തിനെതിരായിക്കൊണ്ട് ഉയരുന്ന വാഴ്ചകളെയും അധികാരികളെയും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികളെയും സ്വർലോക ദുഷ്ടാത്മസേനയും നിന്റെ വാക്തത്വ പ്രകാരം കർത്താവ് നിന്റെ വരവിന് മുമ്പ് ഞങ്ങളുടെ കാൽ കീഴാക്കിക്കൊണ്ട് നിന്റെ നാമത്തിനെയും മഹത്വപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ ദൂതന്മാരുടെ കാവലും പരിപാലനം കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ഏകാഗ്രമാക്കിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്താമണ്ഡലത്തിൽ കടന്നുകൊണ്ട് ചിന്തകളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വചനം ഗ്രഹിക്കാതിരിക്കത്തെ ഗുണം പ്രവർത്തിക്കുന്ന സാത്താന്യ വ്യാപാരങ്ങൾ ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് പരിസരങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഫലമാക്കുന്നു. കർത്താവ് ഓരോ വ്യക്തികളെയും അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും പരിസരത്തെയും നിന്റെ പ്രായശ്ചിത്ത രക്തം ഏതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. പാടുവാൻ സ്തുതിപ്പാൻ ഞങ്ങൾ കൃപ നൽകിയല്ലോ, വചനങ്ങളെ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമുക്ക് ചില കാര്യങ്ങളിൽ ബിസി ആയിരുന്നത് കൊണ്ട് ക്ലാസ്സുകൾ എടുക്കാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ കൃപയാൽ നമുക്കിന്നൊരു ദിവസം കൂടി കർത്താവ് വീണ്ടും കൂട്ടി തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇത് ഡേ 28 ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന വിഷയമാണ് വിവിധ ബന്ധങ്ങളിൽ നീതിനിഷ്ഠമായ ജീവിത രീതി, അല്ലെങ്കിൽ ദ വേ ഓഫ് റൈഷ്യസ് ലിവിങ് ഇൻ വേരിയസ് റിലേഷൻഷിപ്പ്. ഇത് നമ്മൾ പേഴ്സണൽ ഡോക്ട്രിനായിട്ട് എടുക്കണം. ഇതെന്നോട് ദൈവം സംസാരിക്കുകയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും എടുത്താലേ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിന് ഈ വചനപ്രകാരം, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ച നീതിയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിശ്വാസ ഗോളത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്തിന് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പല പല വിഷയങ്ങളുമായിട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ പറ്റാത്തത് കൊണ്ട് നമ്മെ കാണുന്ന മറ്റുള്ളവർ, ഈവൻ നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ജോലി സ്ഥലത്ത്, കമ്മീഷൻ സ്ഥലങ്ങളിലൊക്കെയും എനിക്ക് നിനക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ വളരെ സൂക്ഷിക്കേണ്ട വിഷയമുണ്ട്. ഇത്തരം വിധിക്കുന്നവർ എപ്പോഴും അവരുടെ ജ്ഞാനത്തിനും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനും അവരായിരിക്കുന്ന റിലീജിയസ് സ്റ്റാറ്റസിനും അനുസരിച്ച് കൊണ്ടായിരിക്കും വിധിക്കുന്നത്. വളരെ സൂക്ഷിക്കണം. ഞാനത് പറയുമ്പോഴൊക്കെയും അനേകർക്ക് തെറ്റിപ്പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പഴയ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ ഈ ലേഖനങ്ങളോ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്തൊന്നും ഇന്ന് ആയിരിക്കുന്നത് പോലെയുള്ള ഒരു ഒപ്പോസിഷൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന് ഇല്ലായിരുന്നു. അന്ന് യഹൂദ മതാനുസരികാരികളിൽ നിന്നുണ്ടായിരുന്ന മറ്റൊരു ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും മോശയുടെ ന്യായപ്രമാണം കൂടി അനുസരിച്ചാലേ ക്രിസ്തുവിൽ രക്ഷ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു വലിയൊരു ഒപ്പോസിഷൻ. പിന്നെ ജാതികളിൽ നിന്ന് അത്ര വലിയൊരു ഒപ്പോസിഷൻ ഇല്ലായിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു ഈ സംഭവം എന്താണെന്ന്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കത്തോലിക്കൻ തുടങ്ങി ഓർത്തഡോക്സ്, മാർത്തോമ എല്ലാവരുടെ കയ്യിലും നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ അല്പമല്ലാത്ത പൊടിക്കൈകളുണ്ട്. ഇന്ന് ആ പൊടിക്കൈകള് അവരുടെ മത ആചാരങ്ങളോ അല്ലെങ്കിൽ അതിനെ അധിഷ്ഠിതമായിട്ടുള്ള ദുഷ്ടാത്മസേനകളെയും ദൈവവചനം കൊണ്ട് നീതീകരിച്ച് ദൈവവചനപ്രകാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ദൈവസഭയ്ക്കെതിരായി അല്ലെങ്കിൽ ദൈവ മക്കൾക്കെതിരായി പ്രവർത്തിക്കുകയാണ്. അപ്പം അവർ നിൽക്കുന്നത് റൈഷ്യസ് വേയിലാണെന്നും അവർ ദൈവത്തിൻ്റെ ആൾക്കാരാണെന്നും യഥാർത്ഥത്തിൽ ജീവിക്കുന്നവരെ തെറ്റുമെന്ന് നിരൂപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് ഐശ്വര്യ പ്രവാചകൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്. നന്മയ്ക്ക് തിന്മയെന്നും വെളിച്ചത്തിന് ഇരുളെന്നും, തിന്മയ്ക്ക് നന്മയെന്നും വെളിച്ചത്തിന് ഇരുളെന്നും, ഇരുളിന് വെളിച്ചമെന്നും, മധുരത്തിന് കയ്പും കയ്പിന് മധുരമാക്കുന്നവർക്ക് അയ്യോ കഷ്ടം. നേരെ ഓപ്പോസിറ്റായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അവരിലായിരിക്കുന്ന പാപമെന്ന, ഞാൻ പറഞ്ഞിട്ടുള്ള പാപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല, പാപം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ഏദൻ തോട്ടം തുടങ്ങി അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാപം. അതിൻ്റെ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷനാണ് പാപപ്രവർത്തികൾ. മദ്യപാനം, ചിലർ വ്യഭിചാരം, ചിലർ കൊലപാതകം, ചിലർ സൂയിസൈഡ്, ഇതെല്ലാം പാപത്തിനകത്ത് വസിക്കുന്നതായ പാപത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പോൾ അവരെപ്പോഴും റൈഷ്യസ് ആയിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് കൊണ്ട് നമ്മെ അളക്കും. എന്നിട്ട് പറയും നിങ്ങളെ തെറ്റ്, ഞാൻ ശരിയാ.
ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പം നമ്മളൊരു 10-30 വർഷം 1979 എക്സാക്ട് പറഞ്ഞ 1979 കാത്തലിസം ഈ പാസ്റ്റൽ ഓറിയന്റേഷൻ കമ്മീഷൻ POC ബൈബിൾ കൊണ്ടുവരുന്നത്. അതിൻ്റെ ചെലവിന് വേണ്ടിയിട്ടാണ് എല്ലാ വീടുകളിലും ഒരു ബൈബിൾ ഉണ്ടാകുന്നത് പറഞ്ഞുകൊണ്ട് നിർബന്ധമാക്കുന്നത്. അല്ലെങ്കിലൊക്കെ ഒരു ബൈബിൾ വെക്കും, ഈ രൂപങ്ങളിലെ പ്രതിമകളൊക്കെ വെച്ചിരിക്കുന്നതിന് മുമ്പിൽ ഒരു മെഴുകുതിരി വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും സ്റ്റാൻഡിൽ. വർഷത്തിലൊരിക്കൽ പൊടിയെടുത്ത് തട്ടിക്കളഞ്ഞാലായി, ആരും വായിക്കാറില്ല. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും കുറേശ്ശെ വായിക്കുന്നതോടെ അതിനിടയ്ക്ക് ഈ പോട്ടയിൽ നായിക്കാമ്പറമ്പനിൽ കൂടെ ദുഷ്ടാത്മാവ് പ്രവർത്തിച്ചുകൂടി രോഗസൗഖ്യങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പോട്ട എന്ന് പറയുന്ന സ്ഥലത്തിന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെ താമസിക്കുന്നത്. അന്ന് ഈ ഇരിഞ്ഞാലക്കുട രൂപതയിൽപ്പെട്ട സ്ഥലമാണ് ഈ പോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയുടെ അന്നത്തെ ബിഷപ്പായിരുന്നു ജെയിംസ് പഴയാറ്റിൽ. ജെയിംസ് പഴയാറ്റിൽ ഇതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു. പക്ഷേ ജനം വളരെയധികം ആകർഷിതമായി. ജനങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നു. ജനങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് വചനമൊക്കെ ഘോഷിക്കുന്നത് കേൾക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ രോഗസൗഖ്യം ഘോഷിക്കുന്നു. നായിക്കാമ്പറമ്പിൽ അങ്ങ് വിളങ്ങി. പക്ഷെ അതിന് പുറകെ പ്രവർത്തിച്ച ആത്മാവ് വേറെയായിരുന്നു. ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ജനത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ അതിന് പുറകിലുകൊണ്ട് ഇന്ന് കടല പോട്ടയിൽ ഒരു ചുമന്ന മേലങ്കിയൊക്കെ ധരിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരൻ നിൽക്കുന്ന താടിമീശയൊക്കെ ഉണ്ട്. അങ്ങോട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു. ദൈവവചനം ആ കൂടെ പ്രതിഷ്ഠിക്കുന്ന വ്യക്തിത്വത്തെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യിപ്പിച്ചു. കത്തോലിക്കർക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ബിഷപ്പുമാർക്കും ഇഷ്ടമായി, പുരോഹിതന്മാർക്കും ഇഷ്ടമായി, നായ്ക്കാമ്പറമ്പിന് ഇഷ്ടമായി, സൗഖ്യം പ്രാപിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമായി. പിന്നെ അവിടെ സൗഖ്യമാക്കുന്ന ഈ ശക്തിയെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊലപാതകന്മാരും മോഷ്ടാക്കളും വന്ന് താമസിക്കുന്ന സ്ഥലമായി. പിന്നെ പരിപാലന മാർഗം കൂടി വന്നപ്പോൾ അവിടെ നിന്ന് മാറ്റിയ സ്ഥലമാണ് ഡിവൈൻ എന്ന് പറയുന്നത്. ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കള്ളങ്ങളും കൊള്ളത്തരങ്ങളും മറയ്ക്കുന്ന കേന്ദ്രമായി തീർന്നു. ഇതുപോലെ കൂണുപോലെ മുളയ്ക്കുന്ന അനേക പ്രവർത്തികൾ ക്രിസ്ത്യണ്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ മധ്യത്തിലാണ് നാം വസിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ റൈഷ്യസ്നെസ്സിനെ നമ്മുടെ ജീവിത രീതിയിൽ കൂടെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. ഇത് പറയുമ്പോഴാണ് നമുക്ക് അല്പമായിട്ടുള്ള ഭാരങ്ങൾ വരുന്നത്. ഇത് ഉപദേശിക്കാനാണ് ഈ വചനങ്ങൾ കൂടെ നമ്മൾ വീണ്ടും പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വാണിംഗ് ആയിക്കോട്ടെ, ചിലപ്പോൾ ശാസനങ്ങളായിക്കോട്ടെ, പ്രബോധനങ്ങളായിക്കോട്ടെ ഒക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അല്പമായിട്ടുള്ള മുറിവുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ മുറിവ് നമ്മളെ ദോഷത്തിനായിട്ട് അപ്പോസ്തലൻ പൗലോസ് സെക്കൻഡ് കൊരിന്ത്യൻസിൽ എഴുതുമ്പോൾ 1-ാം ലേഖനത്തിൽ ഇമ്മോറൽ ആക്ടിവിറ്റി ചെയ്തിരുന്നവനെ പുറത്താക്കാനും പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവരെ ജഡസംഹാരത്തിന് വേണ്ടി സാത്താൻ ഏൽപ്പിച്ചു. 2-ാം അധ്യായത്തിൽ അവനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ദുഃഖമുണ്ടായി, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്ക് വേണ്ടി ഉളവാക്കുന്നു. അപ്പോൾ ഇത്തരം ശാസനകളിൽ കൂടെ കറക്ഷൻസിൽ കൂടെ അല്പമായിട്ടുള്ള മുറിവുണ്ടായാൽ അതെന്താണ്? നിങ്ങൾക്കൊരു റിപ്പൻറ്റൻസ് ഉണ്ടാകേണ്ടത് നിങ്ങൾ പെർഫെക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ്? അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്ക് വേണ്ടി ഉളവാക്കുന്നത്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സംഭവിച്ചാൽ ഒരു മുറിവുണ്ടാകുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ. പൗലോസോട് പറഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, നിങ്ങൾക്ക് ഒരു രക്ഷയുടെ മാർഗത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ കാരണമായി തീർന്നു. അതിനാൽ സന്തോഷം. ഇതെല്ലാം അടിസ്ഥാന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഞാൻ ഈ 2 വാക്യങ്ങൾ എടുത്തുകൊണ്ട് അധികം മാസങ്ങളോളം പ്രസംഗിക്കാനുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് തന്നെ വിവേചിക്കാവുന്ന ഒരു സ്റ്റെപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ അടുത്ത ഡോക്ടറിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പറയുന്നതാണ്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്, അതായത് 1-ാം അധ്യായം തുടങ്ങി 11-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ രക്ഷ എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒന്നാണ്. ഗ്രേസ് സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ. അതിനെ നഷ്ടപ്പെടുത്തി കളയല്ലേ. അപ്പോൾ ഇത്രമാത്രം നമ്മൾ വലിയ ക്രോധാഗ്നി ലഭിക്കേണ്ടവരായിരുന്നു. ലൂസിഫർ സംഘത്തിന്മേലുണ്ടായതിനേക്കാളും കായിൻ്റെ മേലുണ്ടായതിനേക്കാളും. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ നോഹയുടെ കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചുപോയത്. ലോത്തിന്റെ കാലത്ത് ആ ദേശം മുഴുവൻ നശിച്ചുപോയി. അതിനെയൊക്കെ കർത്താവ് പറഞ്ഞു, എൻ്റെ മനുഷ്യപുത്രന്റെ വരവിൽ ഇതൊക്കെ സംഭവിക്കും, നോഹയുടെ കാലത്ത് പോലെയും ലോത്തിന്റെ കാലത്ത് പോലെയൊക്കെ സംഭവിക്കുന്ന വാണി തരുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അതാന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഇയോൺ എന്ന വാക്കോടെ ഉപയോഗിച്ചിരിക്കുന്നത് കാലഗതിക്കനുസരിച്ചുകൊണ്ട്. ഇതിപ്പോ ആത്മീയ ഗോളത്തിലും കാലഗതിക്കനുസരിച്ച് മേജർ ഫ്ലക്ച്വേഷൻസ് നടക്കുകയാണ്. യഥാർത്ഥ ഉപദേശം പ്രസംഗിക്കുന്നത് കേൾക്കാൻ ആളില്ല. കേട്ടാൽ തന്നെ അവനെ വിധിക്കുവാനും വചനം വെച്ചുകൊണ്ട് തന്നെ വിധിക്കുവാനും, അവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്ലിപ്പ് ഓഫ് ടങ് വന്നാൽ പോലും അതിന് കയറി പിടിച്ച് അടുത്ത സ്റ്റേജ് നോക്കിയാണ്. അവിടെ വേണ്ടവർ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്.
ബന്ധനം അഴിക്കാനും സമാധാനം കൊടുക്കാനും അങ്ങനെ കാര്യത്തിന് വേണ്ട ഒരാൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന എന്താ? രക്ഷ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആത്മീയ ഗോളത്തിൽ, പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ കാലഗതിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമ്പോൾ വാണിംഗ് തരുന്നതാണ് ഈ ലോകത്തിന്. അതായത് ഇപ്പോഴുള്ള കാലഗതിക്ക് അനുസരിച്ച് നിങ്ങൾ മാറിപ്പോകാതെ, അതിൽ ചാഞ്ഞു പോകാതെ, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് ഓരോരുത്തരും ദൈവവചനം വെച്ചുകൊണ്ട് ഇത്രയും നമ്മൾ 1-ാം അധ്യായം തുടങ്ങി 1-2 അധ്യായങ്ങളിൽ വേറെ ഒരുത്തരും രക്ഷയില്ല, എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെട്ടു, പാപികളായി തീർന്നു, മരണയോഗ്യരായി തീർന്നു പറഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിന്റെ 24, 25, 26 വാക്യങ്ങളാണ് പരസ്യമായിട്ട് അവർ നിർത്തിയിരിക്കുന്നു. ദൈവനീതി നമ്മുടെ മേൽ വിധിച്ചിരിക്കുന്ന വലിയ ശിക്ഷയെ തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലും പ്രാണനും ആത്മാവിലുമുള്ള ശിക്ഷ അവന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ നാം പോകേണ്ടതായിട്ടുള്ള പാതാളത്തിൽ പോയി അവന്റെ പ്രാണനും ആത്മാവും ശിക്ഷ അനുഭവിച്ചു. അവിടെ നിന്ന് ദൈവം മരണപാശങ്ങൾ അഴിച്ചുകൊണ്ട് അവരെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമല്ലായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് ഫ്രീ ഓഫർ തരികയാണ്. ഇതിൽ വിശ്വസിക്കുന്നവനെ, വിശ്വസിച്ച് തുടർന്നുള്ള ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നവനെ ഫ്രീ ആയിട്ട് ജസ്റ്റിഫൈ ചെയ്തോളാം. ക്രിസ്തു ക്രൂശിൽ നേടിയായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ. പിന്നെ ഓരോരുത്തരും അവർ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്ത് ഭാഗത്ത് ഈക്വൽ സീറ്റുകൾ ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ പ്രായശ്ചിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അവൻ നിവർത്തിച്ച നീതി ഫ്രീ ആയിട്ട് കണക്കിടാം. നമ്മുടെ നീതി പ്രവൃത്തി ഒന്നും വേണ്ട. സ്തോത്രം. ഇത്രയും ഫ്രീ ഓഫർ തന്നിട്ട് വാണി തരികയാണ് സഹോദരന്മാര്. ദൈവത്തിന്റെ മനസ്സലിവാണിത്. നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിന്റെ പ്രവൃത്തിയല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയുടെ പ്രവൃത്തിയല്ല, വചനത്തിലുള്ള ജ്ഞാനത്തിന്റെ തീക്ഷ്ണതയല്ല, നമ്മുടെ ശുശ്രൂഷകളുടെ ശ്രേഷ്ഠതയല്ല. ദൈവത്തിന്റെ മനസ്സലിവെന്നുകൊണ്ട് നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങള്, നിങ്ങളുടെ ഔട്ടർ ബോഡിയെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് സമർപ്പിക്കുക. ആ യാഗപീഠത്തിൽ ഏൽപ്പിക്കുക. സ്തോത്രം. അതിന് ഞാൻ പറഞ്ഞു തന്നു ലേവ്യ പുസ്തകത്തിൽ എങ്ങനെയാണ് യാഗം കഴിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ. സ്തോത്രം. എന്നിട്ട് പറയാണ് ഈ കാലഗതിക്ക്. അപ്പോൾ ഈ ലേഖനം എഴുതുന്ന കാലഘട്ടം അത്ര ഒന്നുമില്ല. കുറച്ചൊക്കെ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ ഈ ഈജിപ്തിൽ കുറെ നാൾ വസിച്ചിരുന്നത് കൊണ്ട് മിസ്രൈം സ്ത്രീകൾക്ക് തലമുടി അലങ്കരിക്കുന്നത് വലിയ ഭംഗിയായിരുന്നു. സ്വർണത്തിന്റെ ക്ലിപ്പുകളൊക്കെ വെച്ച് ഒത്തിരി മെടഞ്ഞു കുഞ്ഞായിട്ടൊക്കെ മെടഞ്ഞ് തലമുടി അലങ്കരിക്കുന്നത് വലിയൊരു ഭക്തായിരുന്നു. അപ്പൊ അതിന്റെ പാരമ്പര്യം കുറെ മുന്നോട്ട് വന്നപ്പോൾ പത്രോസ് ലേഖനത്തിൽ എഴുതി, നിങ്ങളുടെ പിന്നിയെ മുടി അല്ലെങ്കിൽ അലങ്കരിക്കുന്നതല്ല എന്ന് പറഞ്ഞ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പറയുകയാണ്. ഈ കാലഗതിക്ക് അനുസരിച്ച് നിങ്ങൾ പോകല്ലേ. ഇന്നാണെങ്കിലോ കാലഗതിക്ക് അനുസരിച്ച് ഒത്തിരി മോഡേൺ കാര്യങ്ങൾ വന്നു. നിങ്ങളുടെ ശരീരം ദൈവത്തിന് മന്ദിരമായിട്ട്, ദൈവത്തിന് വസിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി ഇത് ഓരോരുത്തരും, ഇപ്പൊ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു, ചിലപ്പോൾ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ ന്യൂജൻ വേറെ കാലഗതി ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന അതാണ്. അത് നിങ്ങൾ തന്നെ ദൈവമാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കും. ഞാൻ അടുത്ത ഒരു 5-6 മാസം കൊണ്ട് ഇവിടെ പേരാമ്പ്ര പോസ്റ്റ് ഓഫീസിൽ കണ്ടു. അവിടെ പോസ്റ്റ് ഓഫീസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എഴുതിയിരിക്കുക, ഫൈൻഡ് ഔട്ട് യുവർ ഗോഡ് വിത്തിൻ യു. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഒരു എന്താ പറഞ്ഞ കളർ പ്രിന്റ്, ഒരു A3 സൈസ് കളർ പ്രിന്റില് ഒരു പിക്ചറും സൈഡിൽ മോദിയുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പടമൊക്കെ കൊടുത്തിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഫൈൻഡ് ഔട്ട് യുവർ ഗോഡ് വിത്തിൻ യു. ഞാൻ അതിശയിച്ചു പോയി. ന്യൂജൻ ഇതിന്റെ മൂവ്മെന്റിന്റെ ഒരു ഡയലോഗാണ് അത്. ഞാൻ മുൻപ് വളരെ കുറച്ച് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ന്യൂജൻ മൂവ്മെന്റ് അതിൻ്റെ ഒരു ഡയലോഗാണത്. ഫൈൻഡ് ഔട്ട് യുവർ ഗോഡ് വിത്തിൻ യു. ദൈവം വേറെ ഇല്ല. അതിന് പറഞ്ഞു വരുന്ന നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഞാൻ കുറച്ച് കാലം നോക്കിയപ്പോൾ അതിനെ അവിടെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് എന്ന് പോലും അത് പുറത്തു വരികയാണ് ഗവൺമെന്റിൽ നിന്ന്. അപ്പോൾ ഈ കാലഗതിക്കനുസരിച്ച് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. ഈ കാലഗതിക്കനുസരിച്ച് പലതും വരുമ്പോൾ അതിനോട് അനുരൂപമാകാതെ, don't conform with the worldly movements, conform to the Son of God. അതാണ് റോമലേഖനം 8:29 പഠിച്ചതാണ്.
മുന്നവരെ വിളിച്ചവരെ നീതീകരിച്ച് തേജസ്വീകരിച്ചിരിക്കുന്നു. അനേകം പുത്രന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു ഭാഗം അവിടെ നിർത്താണ്. ഇനി ഇതിനെ പ്രസംഗിക്കണമെങ്കിലോ പിന്നെ ഞാൻ എന്താ പറഞ്ഞ മൊറാലിറ്റി പ്രസംഗിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇത് കപട ഭക്തിയായിട്ട് പെന്തിക്കോസിനകത്ത് കടന്നു വന്നു. വെള്ള ഉടുപ്പ് ധരിക്കുക, ആഭരണം ധരിക്കാതിരിക്കുക, വിലയേറിയത് ധരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഹൃദയത്തില് ഇതെല്ലാം നിറഞ്ഞിരിക്കുക. ഇതുകൊണ്ടൊരു കാര്യമില്ല. അപ്പൊ ഇതിനെ തെറ്റിദ്ധരിക്കരുത്. ഫാസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആഭരണം ധരിക്കുക. എന്റെ ഹൃദയത്തിലൊന്നുമില്ല, ഞാൻ ധരിക്കുന്നേ ഉള്ളൂ. നിന്റെ ശരീരത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ശരീരത്തെ മോടിപ്പിടിപ്പിക്കും. മറ്റൊരുവന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യത്തക്കവണ്ണം നീ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്താൽ, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ, മറ്റൊരുവരെ കാണുന്ന ഒരാളെ ഇംപ്രസ് ചെയ്യത്തക്കവണ്ണം നിന്റെ ശരീരത്തെ ധരിച്ചോ ധരിക്കാതിരുന്നോ നീ പ്രസന്റ് ചെയ്താൽ യു ആർ ഔട്ട് ഓഫ് ഗോഡ്. ഈ ഫ്രീ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ, ക്രൂശി നിവർത്തിച്ച നീതി നിനക്ക് കണക്കിടുന്നില്ല. നീ ഒരു പക്ഷെ രക്ഷിക്കപ്പെട്ടത് പറയായിരിക്കും, സ്നാനപ്പെട്ടത് പറയായിരിക്കും, ആത്മനിർഭർ പഠിപ്പിച്ചതായിരിക്കും, അന്യഭാഷയിൽ ആരാധിക്കുന്നതായിരിക്കും, കർത്തൃമേശ എടുക്കുന്നതായിരിക്കും. പക്ഷെ the moment you display your body for the impression of others out, അത് കണക്കിട്ട നീതി പോയി. പിന്നെ ഒരു വഴിയുണ്ട്, അയ്യം വിളിച്ചുകൊണ്ട്, ദൈവമേ എനിക്ക് തെറ്റുപറ്റി. ഇതായിരുന്നു അഹ്റോന്റെ പുത്രന്മാർക്ക് സംഭവിച്ചത്. യാഗപീഠത്തിൽ നിന്ന് തീയെടുത്തിട്ട് വേണം ധൂപവർഗം അർപ്പിക്കാൻ. ആ യാഗപീഠത്തിൽ എടുക്കേണ്ട തീ, യാഗപീഠം കാണിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തെ കാണിക്കുന്നതാണ്. അതിന് പകരം വേറെ തീ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ കാണിക്കും? ക്രിസ്തുവിനെ മാറ്റിയിട്ട് വേറെ തീ എടുത്തുകൊണ്ട് അന്യാക്യമായിട്ട് കടന്നു ചെന്ന് ധൂപപീഠത്തിന് അടുത്തേക്ക് എത്തും പോയി. 2 പോയി. 8-ാം അധ്യായത്തിലാണ് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ നടക്കുന്നത്. 10-ാം അധ്യായത്തിലെ വാണിയും കൊടുക്കുന്നത് ഇതുപോലെ ചെയ്താൽ. അതുകൊണ്ട് അവരോട് പറയും, ഇനി അധികം നേരം അകത്ത് വന്നാൽ നിൽക്കരുത്. മോശി വിറച്ചുപോയി. അങ്ങനെ ക്രൂരനായ ഒരു ദൈവത്തെ അല്ല പുതിയ നിയമത്തിൽ നാം കാണുന്നത്. നാം എബ്രായത്തിൽ വായിക്കുന്നത് സ്ഥൂലമാതും തീ കത്തുന്നതുമായ അവിടെ ഹോരേബിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്തുകൊണ്ട്, എന്നാൽ പുതിയ നിയമത്തിൽ പറയാണ് ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുത്തേക്കല്ലേ എന്ന് വന്നിരിക്കുന്നത്. നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് ഉടമനായിരുന്ന യേശുവിന്റെ അടുത്തേക്ക്. അപ്പോൾ അവരുടെ എല്ലാ സ്നേഹം തന്നെ ദൈവത്തിന്റെ നീതി മാറുമെന്നാണ് കരുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ നീതിക്ക് മാറ്റമില്ല. The moment you go away from Christ, that ഓൾറെഡി ദൈവ നീതി നിന്റെ മേൽ നിത്യമായ മരണം വിധിച്ചു കഴിഞ്ഞു. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തി. He cannot move out of that. പക്ഷെ ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. നിന്റെ മനസ്സാക്ഷി തരുന്നതിനെ ബോധ്യപ്പെടുത്തും. നോ. പിന്നെ നാഥാൻ അയച്ചതുപോലെ നാഥാന്മാരെ, ഞങ്ങളെ പോലെ നാഥാന്മാരേക്ക് നിങ്ങളേക്ക് ഒന്ന് ഉരുക്കിയിട്ട് കൊണ്ടുവരും. ആ ഉരുക്കുന്ന സമയത്ത് പേടിക്കേണ്ട, എന്നെ ഗുണപ്പെടുത്താനാ. എൻ്റെ ശരീരത്തെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രസന്റ് ചെയ്തപോലെ ഞാൻ ചെയ്യുന്നില്ല. കർത്താവേ, ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ച് ഞാൻ അല്പമായിട്ട് ചിന്തിച്ചു പോയി, പ്രവർത്തിച്ചു പോയി. ഫോർഗീവ് മീ. നിന്റെ രക്തത്താൽ വീണ്ടും കഴുകി, നീ തരുന്നത് മതി. ഇനി നിങ്ങൾക്ക് ഈ വിധം നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് വിവേചിക്കാം. ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. സ്തോത്രം. നമുക്ക് അടുത്ത വേഴ്സ് പറഞ്ഞ വേഴ്സ് 12:3 റോമാലേഖനം 2:3 വായിച്ച ഞാൻ മലയാളത്തിൽ വായിക്കുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു. For I say, though the grace given to me, to everyone who is among you, not to think of himself more highly than he ought to think, but to think soberly, as God has dealt to each one of a measure of faith. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. മറ്റത് നമ്മുടെ ഒരു വിശ്വാസി കോമൺ ആയിട്ടുള്ള സ്ഥലത്ത്, പൊതുസ്ഥലത്ത് എങ്ങനെ പ്രവർത്തിക്കണം, അതായത് ഫ്രീ റൈഷ്യസ്നെസ് പങ്കിട്ട ഒരാള് ക്രിസ്തുവിൽ വിശ്വസിക്കുക മുഖാന്തരം ഫ്രീ ആയിട്ട് റൈഷ്യസ്നെസ് കിട്ടിയ, ഫ്രീ ആയിട്ട് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്നെത്താൻ പ്രസന്റ് ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്, വിശുദ്ധി എന്ന് വാക്ക് നിന്നോട് ഓർക്കണം, നമ്മുടെ ഹോളിനെസ് അല്ല,
നമ്മുടെ സെപ്പറേഷൻ ഫ്രം ദ കോമൺ. മറ്റുള്ള ആൾക്കാർ കാണുന്നത് പോലെ നിനക്കും എനിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നീ വസ്ത്രം ധരിക്കുന്നത് നിന്റെ ശരീരത്തെ പ്രസന്റ് ചെയ്ത് ഞാനും പ്രസന്റ് ചെയ്ത് എന്താ വ്യത്യാസം? നിനക്ക് ഫ്രീ റൈഷ്യസ്നസ് കിട്ടി, നീ പറയുന്നത് ക്രിസ്തു എവിടെ നിന്നിൽ കാണുന്നത് എന്ന് ചോദിക്കാൻ ഇടവരാതെ, അതാണ് വിശുദ്ധി. കീപ് സെപ്പറേറ്റ് ഫ്രം ദ കോമൺ തിങ്സ്. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വേർതിരിവ് ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചതാണ്. സ്തോത്രം. അപ്പോൾ അത് കോമൺ സ്ഥലം. ഇത് സെക്കൻഡ് വേർഡ് 12:3 പറയുന്നത് ചർച്ചിനകത്തുള്ള കാര്യമാണ്, വിത്തിൻ ദ ബോഡി. ഇവിടെയാണ് പെന്തിക്കോസ്ത് ഏറ്റവും കൂടുതൽ ഫെയിൽ ആയിട്ടുള്ളത്. ഇവിടെ ഫെയിൽ ആയാൽ അതിന്റെ പുറത്ത് ജീവിതത്തിൽ ഫെയിലാകും. അത് പറയുന്നത് പൗലോസ് പറയുകയാണെന്ന് റിവേഴ്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് കൊണ്ട്, കൃപ എന്ന് പറയുന്നത് ആരുടെയും മെറിറ്റ് അല്ല, ആദ്യം മനസ്സിലാക്കണം. പൗലോസ് സുവിശേഷങ്ങൾ പലയിടത്തായിട്ട് പറയുന്നുണ്ടെന്ന്. ഞാൻ വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കുന്നില്ല. പലയിടത്തും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ചുകൊണ്ട് ജാതികളോട് സുവിശേഷം പറയുകയാണ്. നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം ഇങ്ങനെ അറിയിക്കുകയാണ്. മറ്റൊരിടത്ത് പറയുന്നത് സുവിശേഷം ഞങ്ങള് വിശ്വസ്തരെന്നിക്കൊണ്ട് സുവിശേഷം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് വായിക്കാൻ 1 തെസ്സലോനിക്കൻസ് 2-ാം അധ്യായത്തിന് 4-ാം വാക്യം ഒന്ന് എടുത്തോളൂ. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടത് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. അപ്പോൾ ദൈവം, അപ്പസ്തോലൻ പറയാണ്, എന്നെ സുവിശേഷം, അല്ലെങ്കിൽ അപ്പസ്തോലന്റെ കൂടെയുള്ളവരോട് ഞങ്ങളെ എന്ന് പ്ലൂറലായിട്ട് ഉപയോഗിക്കുമ്പോൾ സുവിശേഷം ഭരമേൽപ്പിക്കുകയാണ്, എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് പല പ്രാവശ്യം ശോധന ചെയ്ത് ഞാൻ ഇവന്റെ കയ്യിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ സ്വന്തം ഗുണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു ഡിനോമിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തന്റെ പേര് ഉയർത്താൻ വേണ്ടിയോ ഉപയോഗിക്കില്ലെന്ന് അവന്റെ സാധാരണ ജീവിതത്തിൽ കൂടെ കണ്ട് മനസ്സിലാക്കി അവന്റെ മുൻ അറിവിനൊത്തവണ്ണം അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം തുടങ്ങി അവന്റെ ഓരോ മൂവ്മെന്റ്സിനെ ദൈവം വാച്ച് ചെയ്ത് ഞാൻ ഇവനൊരു കാര്യം ഏൽപ്പിച്ചാൽ ഇവൻ അതിന് നല്ല രീതിയിൽ ഡിസ്പെൻസ് ചെയ്യുമോ എന്ന് കണ്ട് അളന്നു കുറിഞ്ഞിട്ടാണ് നിന്റെ കയ്യിൽ ഒരു കാര്യം ഭരമേൽപ്പിക്കുന്നത്. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും തിരിച്ചെടുക്കാം. ഓണർ നീയല്ല. മനസ്സിലാക്കണം. ഞാൻ ഇതിന്റെ ഡെപ്തിലേക്ക് വരികയാണ്. നീ എൻട്രസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് നീ അതിന്റെ ഓണർ അല്ല. യു ആർ ജസ്റ്റ് എ കസ്റ്റോഡിയൻ. ഈ ഭരമേൽപ്പിച്ചിരിക്കുന്നവൻ ഒരു സമയത്ത് നിന്നോട് തിരിച്ചു ചോദിക്കും, നിനക്ക് തന്നതുപോലെ തന്നെ നീ അതിന് യൂട്ടിലൈസ് ചെയ്തോ ഇല്ലയോ. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് താലന്ത് ഉപമ പറയുന്നത്. നീ കൊണ്ടുപോയി കുഴിച്ചിട്ടോ, നീ അതുകൊണ്ട് വ്യവസായം ചെയ്തോ, നീ അതുകൊണ്ട് റിസ്ക് എടുത്തോ, അത് മലിനപ്പെടുത്താൻ നീ സമ്പാദിച്ചോ നഷ്ടപ്പെടുത്തിയോ. ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്ത് ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഞാനിതൊരു സുവിശേഷത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നമ്മളെ ഭരമേൽപ്പിക്കുന്ന ഒരു കാര്യത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചർച്ചിന് വിത്തിൻ ചർച്ചിനകത്ത് നിനക്ക് കിട്ടിയതായിട്ടുള്ള ഫ്രീ റൈഷ്യസ്നസ്, സൗജന്യ നീതീകരണം നീ എങ്ങനെ ഉപയോഗിക്കുന്നു, ചർച്ചിനകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഈ 3-ാം അധ്യായം തുടങ്ങി 3-ാം വാക്യം തുടങ്ങി 12-ാം അധ്യായത്തിന്റെ അവസാനം വരെ ചിന്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് കാര്യങ്ങളൊന്നും എന്താണ് പൗലോസ് ഇതിനെ കൂടെ പറയുന്നത് എന്ന് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തതിനു ശേഷം വാക്യങ്ങളിൽ കൂടെ നമുക്ക് ഒന്നൊന്നായിട്ട് കടന്നു പോകാൻ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ തന്നെ കണ്ടിട്ട് ചെയ്യേണ്ടി വരും. ഭാവിക്കേണ്ടതിന് മീതെ ഉയരാതെ ദൈവം അവനവന്റെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ, വിശ്വാസം എന്നത് നിനക്ക് ലഭിച്ച ഒരു ഗ്രേസ് ആണ്, കൃപയാണ്. നിന്നെ എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് യുവർ ഓൺ, യു ആർ ജസ്റ്റ് എ കസ്റ്റോഡിയൻ. നിനക്ക് തന്നിരിക്കുന്ന പെർഫെക്ഷനില്, നിനക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവ് പെർഫെക്ഷനില് അതിന് കൂടുകയോ കുറയാതെ, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് കടന്നു വരാതെ, അവിശ്വാസം കടന്നു വരാതെ, അല്പവിശ്വാസം കടന്നു വരാതെ നീ അതിനെ സൂക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുവാനല്ല,
വിശ്വാസത്തിൽ ബലഹീനനായ ഒരുവന് നിനക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം കൊണ്ട് ഈ ബലഹീന വിശ്വാസിയെ ബലപ്പെടുത്തി നിർത്തുവാൻ നീ വിശ്വസ്തനെന്ന് കണ്ട് നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. നിന്നെ കസ്റ്റോഡിയനായിട്ട് സൂക്ഷിപ്പുകാരനായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് ഈ വിശ്വാസം എന്ന ഗിഫ്റ്റ്. ഇതൊരു ഉദാഹരണം പറയാണ്. അതുപോലെ രോഗശാന്തിയുണ്ട്, വിശുദ്ധ ജീവിതമുണ്ട്, വേർപെട്ട ജീവിതമുണ്ട്, കൃപാവരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വരമാണ്, ഗിഫ്റ്റാണ് വിശ്വാസം. ഞാൻ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവനാ, ഞാൻ മരുന്ന് കഴിക്കുകയില്ല, ഞാൻ പ്രസംഗിച്ചു കൊടുക്കണം, ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുവാനല്ല. നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപ കൊണ്ട് നീ വിശ്വസ്തൻ അല്ലെങ്കിൽ വിശ്വസ്ത എന്ന് എണ്ണി നിനക്കത് തന്നാൽ നീ നിന്റെ പേരല്ല, നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് നിന്നെ സൗജന്യമായി നീതീകരിച്ച നിന്റെ ഗുണം കൊണ്ടല്ല, നിന്റെ വിശ്വാസം ഹേതുവായി കൃപയാൽ നിന്നെ സൗജന്യമായി നീതീകരിച്ച് ഉയർത്തുമെന്ന് നിന്നെ പല പ്രാവശ്യം ശോധന ചെയ്തിട്ടാണ് നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നത്. നീ അതിനെ മിസ്യൂസ് ചെയ്താൽ ഇതങ്ങ് പയ്യെ എടുത്തു മാറ്റും. അറിയില്ല പോകുന്നത് എടുത്തു മാറ്റിട്ട് ഞാൻ വിശ്വാസിയെ വിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. നിന്റെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർ പറയും നിന്റെ രൂപാന്തരം ഒന്നും കാണുന്നില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പെങ്കൊച്ച് നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞ ശേഷം പ്രഗ്നന്റ് ആവുന്നില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഫീലിംഗ് തോന്നി, ഞാൻ പ്രഗ്നന്റാ. ഒരു ഫീലിംഗ്. ഒരു മാസം കഴിഞ്ഞു, കൂടെ പ്രാർത്ഥന കൂട്ടത്തിൽ എല്ലാവരും വിചാരിച്ചു ശരിയാ, എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു, വലിയ സാക്ഷിയൊക്കെ പറഞ്ഞു. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, ഇവിടെ ശരീരത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടാകുന്നില്ല. അപ്പൊ പ്രസവിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റു സഹോദരിമാർ ഇവിടെ ശരീരത്തിന് വരുന്ന രൂപാന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുക, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഞാൻ പ്രഗ്നന്റാ, എന്റെ കുഞ്ഞ് അനങ്ങുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റാ. പോയി 7 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് അവളുടെ ശരീരത്തിൽ യാതൊരു രൂപാന്തരം ഇല്ലാത്ത അമ്മച്ചി പറയും, മോളെ കുഞ്ഞെ നിന്റെ ഭാരമൊക്കെ ശരിയാ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ നീ പ്രഗ്നന്റ് ആ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാന്നുള്ളത്. പക്ഷെ ഇത് നിന്റെ വേറെ ഒരു ഫീലിംഗ് ആയിരുന്നു. വാസ്തവത്തിൽ നീ പ്രഗ്നന്റ് ആയിട്ടില്ല. വാസ്തവത്തിൽ നീ വിശ്വാസിയല്ല, നിന്റെ ഒരു ഫീലിംഗ് ആണ് നീ വിശ്വാസിയാണെന്ന്. നിന്നെ ഭരമേൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് നീ പ്രവർത്തിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് നിന്റെ ബെനിഫിറ്റ്, നിന്റെ പേര്, നിന്റെ ഫെയിം ഉയർത്താൻ നോക്കി നിന്നെ ഭരമേൽപ്പിച്ച അളവിന് എടുത്തു മാറ്റി. അറിഞ്ഞില്ല. അയ്യോ, മനസ്സിലാവുന്നുണ്ടോ? അതാ പറഞ്ഞ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ. സ്തോത്രം. എന്റെ മരണത്തിൽ നിന്ന് കർത്താവ് പല പ്രാവശ്യം വിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് പറയാറുണ്ട്, മരണത്തിന് ഇപ്പൊ മരണഭീതിയുള്ളവനെ ഒരുവനെ മരണം അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ മരണത്തെ ജയിച്ചവരാണ്, മരണത്തെ ജയിച്ച ഞാനെന്ന് പൊങ്ങിക്കഴിഞ്ഞ ഒരു കാര്യമില്ല. മരണം പിടിച്ചു വെക്കുന്നവന്റെ ഇടയ്ക്ക് കയറി നിന്ന് ഒരുപക്ഷെ അവന്റെ പാപമായിരിക്കാൻ കാരണം, ഒരുപക്ഷെ ശത്രു അവനെ ആക്രമിക്കുന്നതായിരിക്കും കാരണം. പക്ഷെ അവന്റെ ബലഹീനത, അവൻ ധൈര്യം കിട്ടുന്നില്ല. അവന്റെ ഇടയ്ക്ക് കയറുന്ന ഗ്യാപ്പിൽ നിന്ന് കർത്താവ് ഇവന്റെ ശിക്ഷയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നീ എന്നെ മരണത്തെ ജയിപ്പിച്ചതാണല്ലോ, നീ എന്റെ മരണം, നീ തന്നെ എന്റെ പുനരുദ്ധാനം ജീവനമാണല്ലോ, നീ എന്നെ മരണത്തിന്റെ പാതാളത്തിന് താക്കോലുകളെ വെളിപ്പെട്ടതാണല്ലോ. സ്തോത്രം. നീ എന്റെ മരണം നീക്കി, സ്തോത്രം, നിത്യജീവനം തന്നവനാണല്ലോ. മരണത്തിന് അധികാരിയായിരുന്നു പിശാചിനെ, നമ്മെ സ്തോത്രം നീ മരണത്തെ നീക്കി ജീവപര്യന്തം മരണഭയത്തിലായിരുന്നവരൊക്കെ വിടിവിച്ചവനാണല്ലോ. ഈ മനുഷ്യന്റെ പേര് മരണത്തിന്റെ ശിക്ഷയ്ക്ക് കാരണം അവന്റെ പാപമാണെങ്കിൽ കർത്താവേ ആ പാപം ഞാൻ വഹിക്കാം. പക്ഷെ ആ മരണം മാറിപ്പോട്ടെ. ആ മരണം നീ ഏറ്റെടുക്കണം. ആ മരണം നീ ഏറ്റെടുത്തിട്ട് നീയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ കണ്ടിന്യൂ ചെയ്തവൻ ഒരു നാളും മരിക്കില്ല. നീയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തില് നീ മരണത്തെ ജയിക്കണം. അപ്പോൾ അവന് ഈ ബലഹീന വിശ്വാസി മരണത്തിന് സ്വാതന്ത്ര്യം കിട്ടും. നാളെ അവൻ റീസ്റ്റേറ്റഡ് ആയി നിന്നെ തുപ്പുകയുള്ളൂ. അവനിന്ന് അപ്രീസിയേഷൻ പ്രതീക്ഷിക്കേണ്ട. മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ ലാംഗ്വേജ് ഇതാണ് ബൈബിൾ ലാംഗ്വേജ്. നിനക്ക് രോഗശാന്തി തന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല. ഞാൻ മരുന്ന് കഴിക്കില്ല, ഞാൻ മരുന്ന് കഴിക്കും സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല. നിനക്ക് കർത്താവ് ദാനമായിട്ട് നീ വിശ്വസ്ത രോഗശാന്തി തന്നിട്ടുണ്ടെങ്കിൽ രോഗം വരുമ്പോ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയോട് ചെന്ന് പേടിക്കേണ്ട.
ഞാൻ ഇതേപോലെ ബലഹീനയായിരുന്നു, പക്ഷെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു പക്ഷെ അവന്റെ പാപമായിരിക്കും അവന്റെ രോഗത്തിന് കാരണമെങ്കിൽ ആ പാപത്തിന് ശിക്ഷ നീ ഏറ്റെടുക്കേണ്ടി വരും. അല്ല, ശത്രുവാണ് അവനെ പീഡിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ഗ്യാപ്പിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവനെ വിശ്വസിക്കാൻ ആശ്രയിക്കാൻ സൗജന്യമായി നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ ദുഷ്ടാത്മാവിനെ നിനക്ക് തൊടുവാൻ എന്ത് അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ റിഡീം ചെയ്യണം. മുറിവേൽക്കും, ശത്രു വെറുതെ പോവില്ല. നീ ആരാ ചോദിക്കാൻ? കാണിച്ചു കൊടുക്കണം ഞാൻ ആരാ. അതാ പറഞ്ഞ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുക വിശ്വസ്തൻ എന്ന് കണ്ണി. നിങ്ങൾക്ക് ബൈബിൾ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവസഭയിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പെന്തക്കോസ്ത് കാലത്തിനകത്ത് എലക്ഷൻ വരുന്നത്. ഞാൻ എൻ്റെ കർത്താവ് എന്നെ അവനേക്കാൾ കൂടുതൽ വോട്ട് തന്നു. കർത്താവ് എന്നെ സെക്രട്ടറി ആക്കി. സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരാണ് സെക്രട്ടറി സ്ഥാനം തന്നിരിക്കുന്നത്. പ്രസിഡന്റ് പേര് രജിസ്ട്രേഷൻ. ദൈവസഭയ്ക്ക് അങ്ങനെ പേരൊന്നില്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം നീ വിശ്വസ്തൻ നിന്നിൽ ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുവാനല്ല. മറ്റുള്ള ബലഹീന ആ പെർട്ടിക്കുലർ വിഷയത്തില് ബലഹീനനാണെങ്കിൽ പേടിക്കേണ്ട. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അനേക ദുഷ്ടചിന്തകൾ വരും. പുതിയ വിശ്വാസം വരെ അയ്യോ ഞാൻ വിശ്വാസത്തിന് വരുന്നതിന് മുമ്പ് ഇത്രയില്ലായിരുന്നു, വിശ്വാസം വന്നതിന് ശേഷം എല്ലാം ചീഞ്ഞളിഞ്ഞ ചിന്തകൾ എന്റെ മുമ്പിൽ വരെ. കുഞ്ഞെ പേടിക്കേണ്ട. ഇതിന് നീ എന്റർടൈൻ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ നിനക്ക് അത് എന്റർടൈൻ തോന്നുന്നില്ല. കാരണം നിന്നിൽ ക്രിസ്തു ഉരുവായിരിക്കുകയാണ്. നിന്നിൽ വസിക്കുന്നതായ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിച്ചുകൊണ്ട് എതിർക്കും. നീ അതിനെ എന്റർടൈൻ ചെയ്യരുത്. ഇതിന് നേരെ തെറ്റായി ഉപദേശിക്കുന്നവരുണ്ട്. പൗലോസ് അത് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ആകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അങ്ങനെയായ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഹല്ലേലൂയ, പിന്നെ യാതൊരു പ്രശ്നമില്ല. അവിടെ തന്നെ വീണ് കിടക്കുന്നവനാ. വലിയ വലിയ പ്രസിദ്ധ സുവിശേഷന്മാർ അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. ഏകദേശം രൂപം കിട്ടുന്നുണ്ടോ? അപ്പൊ വിശ്വാസം എന്നൊരു ഗ്രേസ്. അതാണ് പോൾ പറഞ്ഞത്, എനിക്ക് ലഭിച്ച കൃപയിൽ, എനിക്ക് ലഭിച്ച ഒരു കൃപയാണ് സുവിശേഷം അറിയിക്കുന്ന കൃപയാണ്. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച കൃപ. പോൾ പറയും എനിക്ക് വേണ്ടിയല്ല, ഞാൻ അപ്പസ്തോലനാവാൻ വേണ്ടിയല്ല, ഞാൻ സുവിശേഷകനാവാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച ഗ്രേസ് ഇസ് എ ഗിഫ്റ്റ്. ഞാൻ അതിന്റെ കസ്റ്റോഡിയനാണ്. ഇതിന് ഞാൻ സൂക്ഷിച്ചു. അതാ തിമോഥെയോസിനോട് പറയുന്നത്, നീ നിന്നെ തന്നെയും നിന്റെ സുവിശേഷത്തെയും കാത്തുകൊള്ളുക, എന്നാൽ നിന്റെ സുവിശേഷം കേൾക്കുന്നവർ നിനക്ക് രക്ഷിക്കുക. നീ നിന്നെ തന്നെ കാക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം, നിന്നെ ഏൽപ്പിച്ചിരുന്ന ഉപദേശത്തിന് കറപ്ഷൻ ഇല്ലാതെ ഈ കാലഗതിക്കനുസരിച്ച് മറ്റു പലതും നിന്റെ മുമ്പിൽ മിന്നുന്നതും തിളങ്ങുന്നതും തുപ്പുന്നതും ചാടുന്നതും തുള്ളുന്നതും ഒക്കെ കാണുമ്പോൾ ഈ കാലഗതിക്കനുസരിച്ച് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ഉള്ള സുവിശേഷ വേല ചെയ്യുക. ദൈവത്തിലെ പ്രസാദമുള്ള രീതിയിൽ നീ പോവുക. അപ്പൊ ഇതുകൊണ്ട് പലരെ ഏൽപ്പിക്കാത്തത്, അവൻ അങ്ങനെ ഉണ്ടല്ലോ, അവരിങ്ങനെ ഉണ്ടല്ലോ, നീ വിശ്വസ്ത എന്ന് എണ്ണ നേരിട്ട് പറ്റുന്നില്ല. നിന്നിൽ ഇപ്പോഴും അല്പം ഞാൻ ഇരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഹൈഡായിരിക്കും. അതിനേക്കൊന്ന് ക്രൂശിച്ച് ഉരിഞ്ഞു കളയ. കർത്താവ് വേണ്ട, എനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്തായി ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെന്ന് പറഞ്ഞു. ഇവിടെ തൃശ്ശൂര് ഒരു ചർച്ചിനകത്ത് ഞാൻ ഒരു 20 മാസം ക്ലാസ് എടുത്തു. എവിടെ നിന്നൊക്കെ വചനം പറഞ്ഞു വന്നാൽ അത് ആഴ്ചയിൽ 3 ക്ലാസ്. ചെന്നപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ കർത്തൃമേശ ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ കർത്തൃമേശ എടുക്കാന്ന് ഒരുത്തും പോലും ഇല്ല, പാസ്റ്റർ പോലും ഇല്ല. കർത്തൃമേശ നിർത്തിയാലേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. 20 മാസത്തോളം ക്ലാസ് എടുത്തു. എവിടെ നിന്ന് തുടങ്ങിയാലും വീണ്ടും ജനനം എന്ന ഉപദേശത്തിലേക്ക് വരുള്ളൂ. വീണ്ടും ജനിക്കാത്തവരോട് പാസ്റ്റർ എടുക്കും, പാസ്റ്ററിന്റെ ഭാര്യയും. അവർ കേട്ട് മടുത്തു. അവസാനം പാസ്റ്ററിന്റെ ഭാര്യ എന്നോട് പറഞ്ഞ് ഈ വാക്യം വരുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ പാസ്റ്റർ എവിടെ പറഞ്ഞാലും വീണ്ടും ജനനം മാത്രമേ പറയുന്നുള്ളൂ. ഇനി വരണ്ട. വലിയ പ്രസിദ്ധന്മാരായ പാസ്റ്റർമാരുടെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒരു കൂട്ടമായിരുന്നു. തല്ലി ഒടിഞ്ഞു പിഴിഞ്ഞപ്പോ ഇപ്പോഴുണ്ട് പേരുകളൊക്കെ. ഇതുപോലെ അനേകത്തിന് ഞാൻ കണ്ട് അനുഭവിച്ചിട്ടാ പറയുന്നത്. സ്തോത്രം. സത്യം കൊണ്ട് ചെല്ലുമ്പോൾ തിരിച്ചിങ്ങോട്ട് കുത്തും. നിനക്ക് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്നെ ഭരമേൽപ്പിക്കാത്ത നിന്റെ അടിസ്ഥാനമായ കാര്യം നിന്നെ നടന്നിട്ടില്ല. നിന്നെ അടിസ്ഥാനമായി മാറേണ്ട മാറ്റം നിന്നെ നടന്നിട്ടില്ല.
നീ ഇന്നും ഈ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന നിന്നിൽ എങ്ങനെയാ ഭരമേൽപ്പിക്കുന്നത്? നിന്നിൽ വിശ്വാസം ഭരമേൽപ്പിച്ച് ഞാൻ വലിയ വിശ്വാസി എന്ന് കാണിക്കുവാനല്ല, നിന്റെ വിശ്വാസം കൊണ്ട് മറ്റു ബലഹീന വിശ്വാസത്താകുന്നത് കേട്ട പൗലോസ് പറയുന്നത്. നീ വിശ്വാസ ബലികളെ എല്ലാം തിന്നാമെന്ന് പറയുന്നു, പക്ഷെ ബലഹീന വിശ്വാസി പേടിച്ചിരിക്കുക. നീ അമ്പലത്തിൽ നേർച്ച കഴിക്കുന്നുണ്ടായിരിക്കും, വേണമെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്തെ സകലം ശുദ്ധീകരിക്കപ്പെട്ടത് നീ പറഞ്ഞ് വിഗ്രഹാർപ്പ്യം തിന്നുന്നുണ്ടായിരിക്കും, പക്ഷെ ഭയന്നിരിക്കുന്ന ഒരു പയ്യൻ അവനത് കണ്ട് പേടിച്ച് നിന്റെ വിശ്വാസം കൊണ്ട് അവൻ ചാവണമോ? നീ പറഞ്ഞ എനിക്ക് എന്തു തിന്നാം, ഇവ പാപം വെജിറ്റബിൾസ് മാത്രം തിന്നുന്നുള്ള മാംസം തിന്ന പാപമാകുമോ? പാപം പേടിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം കൊണ്ട് നീ ബലഹീന വിശ്വാസം നീ കൊല്ലാതെ അവനെ നീ ആശ്വസിപ്പിക്കുക. മോനെ പേടിക്കണ്ട, കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കർത്താവിന്റെ അറ്റോൺമെന്റ് എന്താണ്? എന്തിനു വേണ്ടിയാണ് അറ്റോൺമെന്റ് ആയത്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂമണ്ഡലം അതിന് നിവാസവും യഹോവയ്ക്കുള്ളത്. യഹോവയുടെ സിംഹാസനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവന്റെ രാജ്യത്തെ സകലത്തെയും ഭരിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തിയുടെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവന് വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നിന്റെ വിശ്വാസം കൊണ്ട് വിശ്വാസം ബലഹീനരായവരെ കൊന്നു കഴിഞ്ഞ് നിനക്ക് തന്നോണ്ട് എന്ത് കാര്യമുള്ള? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടത് നിനക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ആ കുറച്ച് കൊണ്ട് അതിന് കുറവുള്ളവന് താങ്ങ. നിനേക്കാളും വിശ്വാസമുള്ളവരെ കണ്ട് പഠിക്കുക. അവർ പറയുന്നത് എന്താ? അല്ലെങ്കിൽ അറിയാതെ നിന്റെ ഭാരം ഏൽപ്പിച്ച് നിങ്ങൾ തിരിച്ചു കൊടുക്കും. അതിനകത്ത് കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിലല്ല നീ അത്ര നാൾ കൊണ്ട് നടന്ന് വേസ്റ്റ് ആവും. അൾട്ടിമേറ്റ്ലി എന്നറിയാമോ, നിനക്ക് സൗജന്യമായി ഇത് പറഞ്ഞു വരുന്നത്. ഈ സൗജന്യമായ നീതീകരണത്തിന്റെ ഫലം പൊതുസമൂഹത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തി കൊണ്ട് പറയുകയാണ്. നിന്റെ ശരീരത്തിന്റെ ഡിസ്പ്ലേ നീ എങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് നിന്റെ ചർച്ചിനകത്ത് നീ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ നിന്റെ പ്രവൃത്തി എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായാല് അടുത്ത ഓരോ വാക്യങ്ങളും വായിച്ച മനസ്സിലാവുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ തുടർന്ന് അധികം പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് ബേസ് ഒന്ന് കിടക്കാം. അടുത്ത ദിവസം നിങ്ങൾ ഈ 12-ാം അധ്യായം മുഴുവനൊന്ന് വായിക്കുക. ഓരോ സ്റ്റെപ്പും ഓരോ വാക്യങ്ങൾ എടുത്തൊന്ന് വായിക്കുക. 3 തുടങ്ങിയുള്ള വാക്യങ്ങളെല്ലാം ഒന്ന് വായിച്ചിട്ട് അവസാനം വരുന്ന് വായിക്കുക. ഞാൻ ഏത് കാറ്റഗറിയിലാണ്? എന്താ എന്നെ ഒന്ന് ഭരമേൽപ്പിക്കാത്ത? ഞാൻ വിശ്വസ്ത അല്ലെങ്കിൽ വിശ്വസ്തന് എണ്ണുവാൻ ദൈവത്തിന് എന്തുകൊണ്ടാണ് പറ്റാത്തത്? എന്നിൽ എവിടെയെങ്കിലും ഞാൻ എന്ന് കിടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഭരമേൽപ്പിച്ചതിന് ശേഷം ഇന്നെന്താ അത് പ്രവർത്തിക്കാത്ത? ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് നടന്നിരുന്ന കർത്താവ് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് എന്താ നിന്റെ വിശ്വാസം നിനക്ക് തന്നിട്ട് നീ അതുകൊണ്ട് എന്താ ചെയ്തത്? എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? അയ്യം വിളിച്ച് നെടുമ്പാട് വീട് കർത്താവേ, നീ സൗജന്യമായി തന്ന രക്ഷയിൽ നിന്ന് ഞാൻ സ്ലിപ്പായി, നീ എനിക്ക് കണക്കിട്ട നീതി സ്ലിപ്പായി. കാരണം എൻ്റെ വിശ്വാസത്തിൽ കളങ്കം വന്നുപോയി, അല്പവിശ്വാസിയായി പോയി. കർത്താവ് ശാസിച്ചില്ല. അത് നമുക്ക് എംബാബസിലേക്ക് പോയി സഹോദരന്മാരുടെ കാര്യം എടുത്ത് നോക്കാം. അവർക്ക് എന്തോള്ളത് അവർക്കറിയാം, കർത്താവിനറിയാം. കർത്താവ് കൂടെ നടന്നു. കുറച്ച് നേരത്തേക്ക് കണ്ടെന്ന് നിരോധിച്ചു. ആരെന്ന് മനസ്സിലായില്ല. അവനോട് കുറെ മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ മാത്രം പൊട്ടൻ, ഈ യെരുശലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ഇത്ര എല്ലാവരും കല്യാണങ്ങളെല്ലാവരും, നീ മാത്രം ഒരു യെരുശലേം എത്ര നാളുണ്ടായിരുന്നിട്ട് നിനക്കറിയില്ലയോ എന്ന് അവനെ ഉപദേശിക്കും. അത് പറഞ്ഞില്ലേ, നിനക്ക് എന്തോ കുറവ് എനിക്കറിയാം. മോശയുടെ ന്യായപ്രമാണത്തിൽ സങ്കീർത്തന പ്രവാചക പുസ്തകങ്ങളും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയും വിവരിച്ചു കൊടുത്തു. അവിടെ മഹാഭാരതം കൊണ്ടുവന്നില്ല, ഗീത കൊണ്ടുവന്നില്ല, ഖുറാൻ കൊണ്ടുവന്നില്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവാചക പുസ്തകം സങ്കീർത്തനങ്ങൾ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്തെന്ന് വിവരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായിട, ഇവൻ ഇവിടെ നസറത്തിൽ ജനിച്ചവൻ തന്നെയാണല്ലോ. ഇവന് വേണ്ടിക്കുമെന്നുണ്ടല്ലയോ രാഗേൽ കുഞ്ഞുങ്ങളിൽ അതുകൊണ്ട് കരഞ്ഞത്. യോരോദാബി 2 വയസ്സ് താഴെയുള്ളതിനെ കൊന്നൊടുക്കിയത്. മിസ്രൈമിൽ തന്നെ മാനി ഞാൻ വിളിച്ചു വരുത്തിയത് വന്നവനും തന്നെയല്ലയോ. ഇതാ സിയം പുത്രി നിന്റെ രാജാവ് കഴുതക്കൂട്ടിയുടെ പുറത്ത് വരും. ഇവനല്ലയോ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെയല്ലേ ഇവൻ? ഇവൻ തന്നെയല്ലയോ, ഇവൻ തന്നെയല്ലോ, യേശു തന്നെയല്ലയോ മശിഹ. അയ്യോ, നമുക്ക് തെറ്റുപറ്റിപ്പോയി. ഇങ്ങനെ അവർക്ക് മനസ്സിലായപ്പോൾ അവരുടെ കണ്ണെന്ന് തുറന്നു. സ്തോത്രം. ഇങ്ങനെ ഒന്ന് ക്ഷമയോടെ ഇരുന്നാൽ കണ്ണ് തുറന്നു വരും. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാം. കർത്താവേ, ഞാൻ വിചാരിച്ചതുപോലെയല്ല നീ. അവർ വിചാരിച്ചത് നീ വലിയൊരു പ്രവാചകനെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷേ
ഞങ്ങൾ സഹോദരിമാരെ കൂടുതൽ ചിലർ പോയിട്ട് അവൻ മരിച്ചു വീഴുന്നു ഉയർത്തെന്ന് വെച്ചെന്ന് പറഞ്ഞ് വാർത്ത കൊണ്ട് ഞങ്ങളൊക്കെ ഭ്രമിച്ചു പോയി. ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ, മനുഷ്യപുത്രൻ മഹാപുരുഷന്മാരുടെ കയ്യിലും ഭാവിയുടെ കയ്യിലും ക്രൂശിക്കപ്പെടും, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും, ഗലീലിൽ വെച്ച് കാണുമെന്നൊക്കെ പറഞ്ഞതാ. ഇതൊക്കെ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങളുടെ സഹോദരിമാർ വന്ന് സുവിശേഷം പറയുമ്പോൾ ഞങ്ങൾക്ക് ഭ്രമം ഉണ്ടായത്, വിശ്വാസമല്ല വർദ്ധിച്ചത്. കാര്യം എന്താ? അടിസ്ഥാനം കിടന്നിട്ടില്ല, കേട്ടത് വിശ്വസിച്ചില്ല. ഇത്രനാൾ പല പ്രസംഗങ്ങളും കേട്ടു. 1-ാം അധ്യായം തുടങ്ങി 12-ാം അധ്യായത്തിന്റെ 1 വരെ പല പ്രസംഗങ്ങളും പല ക്ലാസ്സുകളും കേട്ടു. പക്ഷെ കേട്ടതൊന്നും വിശ്വാസമായി പരിണമിച്ചില്ല. ഫ്രീ ജസ്റ്റിഫിക്കേഷൻ പൂർണ്ണത നടന്നില്ല. ആശ്രയം ക്രിസ്തുവിൽ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കിട്ട് കൊമ്പൊന്ന് പൊങ്ങും. ഞാൻ എൻ്റെ താഴ്ത്ത കൊമ്പ് താഴം, കർത്താവേ ഞാനൊന്നുമല്ല, നീ പങ്കിട്ടാലേ ഉള്ളൂ, നീ വിശ്വസ്തനും വിശ്വസ്തയെന്നും ഭരമേൽപ്പിച്ചാലോ വല്ലതുമുള്ളൂ. അത് പിന്നെ ഞാൻ വ്യവഹാരം ചെയ്യുമ്പോൾ മറ്റൊരുത്തൻ്റെ അലന്ന് കിട്ടിയ ഒന്ന് കൊണ്ട് കുഴിച്ചിട്ടു, എന്നിട്ട് തന്നവനെ വിധിക്കുക. നീ ദുഷ്ടനും അനീതിയുള്ളവരും വിധിക്കാത്തോടത്ത് കൊയ്യുന്നവനൊക്കെയാ. അതുകൊണ്ട് ഞാൻ നിന്നെ പേടിച്ചുകൊണ്ട് കുഴിച്ചിടത്തെ പിടിച്ചെന്നെ കിട്ടിയതെന്താ? കൈയും കാലും കെട്ടി ഏറ്റവും പുറത്ത് ഇരുട്ടിൽ കൊണ്ടിടാൻ പറഞ്ഞു. മറ്റുള്ളവർ 2 കിട്ടിയാൽ അതുകൊണ്ട് വ്യവസായം ചെയ്തു, റിസ്ക് ഉണ്ട്. 5 കിട്ടിയാൽ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് 5 കൂടെ വർദ്ധിപ്പിച്ചു. നല്ലനും വിശ്വസ്തനുമായ ദാസനെ നീ ചെയ്തല്ലോ. നീ വരുന്നിടത്ത് 5 പട്ടണം കൂടി അധിപതിയായിരിക്കുക. നീ ഒന്ന് പ്രവർത്തിക്ക്. നിന്നെ വിശ്വസ്തൻ എണ്ണാണെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിനക്ക് വേണ്ടി യാഗമായി തീർന്ന, നിനക്ക് വേണ്ടി ഫ്രീ ജസ്റ്റിഫിക്കേഷൻ തരുവാൻ തക്ക വേണം. നിന്റെ മേൽ ദൈവ ക്രോധാഗ്നി ഉണ്ടിട്ടും അത് നിനക്ക് പകരം വഹിച്ചുകൊണ്ട് നിനക്ക് പകരക്കാരനായി തീർന്ന, ചിറ്റേറ്റെടുത്ത് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെന്ന് വെച്ചാൽ അവന് വേണ്ടി, അവൻ്റെ മഹത്വത്തിന് വേണ്ടി ഇത് പ്രവർത്തിക്കുക. അപ്പം നിന്നെ വിശ്വസ്തത എണ്ണും. നിൻ്റെ കയ്യിലും ചിലത് ഭരമേൽപ്പിക്കും. നീ ട്രേഡ് ചെയ്യാൻ കൊള്ളാവുന്നതാണോ ഇല്ലയോ? അത് ചർച്ചിനകത്ത് കാണണം. നീ ചെറിയ കൂട്ടത്തിലാണെങ്കിലും വലിയ കൂട്ടത്തിലാണ്, നിന്നിൽ അത് കാണുന്നില്ലയോ? നീ എത്ര വലിയ നാടകം കളിച്ചാലും നിന്നെ പറിച്ചു മാറ്റിയിട്ടുണ്ടോ? ജീവപുസ്തകത്തിൽ ചിലപ്പോൾ പേരുണ്ടാവില്ല. അതായത് ഈ 12-ാം അധ്യായം തുടങ്ങി ഇത്തിരി സീരിയസാ വിഷയം. ഞാൻ ആദ്യത്തെ പറഞ്ഞു, 12-ാം അധ്യായം തുടങ്ങി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പലരും ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് പോകും. അതിനേക്കാളും നല്ലത് കർത്താവ് ഞാൻ എന്നെ തന്നെ ഒന്ന് അനാലൈസ് ചെയ്യട്ടെ, ഒന്ന് മാറിയിരുന്ന് സമ്മതിയോടുകൂടി ഇരുന്ന് ഇങ്ങോട്ട് പറയുന്നത് എന്താ, കർത്താവ് എനിക്കൊന്ന് ഗ്രഹിപ്പിച്ചതാ. രക്ഷ നഷ്ടപ്പെട്ട് നീ സൗജന്യമായിട്ട് വെച്ചിരിക്കുകയാണ്, ശരീരത്തിൽ വസിക്കുന്നിടത്തോളം ഇത് ഫ്രീ ആണല്ലോ. നാളെ എന്ന് ലോട്ടറിക്കാർ പറയുന്ന പോലെ നാളേക്ക് നീട്ടി വെക്കാതെ ഇപ്പോൾ തന്നെ കർത്താവ് സ്തോത്രം. ഇതെന്തതിൻ്റെ കാര്യം? നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻ എങ്ങനെയാണ്? ലോർഡ് പ്ലീസ് ഞാൻ വെറും പൊട്ടനാ, ഞാൻ വെറും അഴുക്ക് ചാല, പ്ലീസ് വാഷ് മീ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ മാധ്യമ സ്വർഗീയ പിതാവിന്റെ നാമത്തെ വാഴ്ത്തുന്നു. നീ ജനത്തോട് സംസാരിക്കുന്നില്ല കർത്താവ്. അവർക്ക് മുറിവുണ്ടാവാനല്ല, മാനസാന്തരത്തിനായിട്ട് മുറിവുണ്ടാകട്ടെ. രക്ഷിക്കുതുകനായി തീരട്ടെ കർത്താവേ. ഇനി കർത്താവേ യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തരുക. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്താണെന്ന് മനസ്സിലാക്കുക. നീ കൃപ കൊടുക്കുക. നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതാണല്ലോ. അവർ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് നീ പ്രവർത്തിക്കുന്നത്. നിന്റെ നീതിക്ക് ഭംഗം വരാതെ നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്. നിന്റെ ജാതിയോട് വക്രമായി ഇടപെട്ടവരോട് നീ ഇടപെടുന്ന ദൈവം തന്നെ ആ ദിവസങ്ങളെ കാണുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.